ഹാഷ്മി തന്തയിലായ്മ തരം കാണിക്കും എന്ന് പറഞ്ഞിട്ടും ഞാൻ അവിടെ പോയത് അൺകട്ട് വേർഷൻ പുറത്തോട്ട് വരും എന്നുള്ള ഒരു ചിന്ത താങ്കളിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. ഇതുപോലെ നോൺസെൻസ് പിടിച്ചൊരു ചെറുക്കൻ ഈ തഴക്കര പഞ്ചായത്തിലില്ല. വിളിച്ചാൽ പോകുന്നതാണോ ധൈര്യം, പോകാതിരിക്കുന്നതാണോ ധൈര്യം? പോകുന്നതാണ് ധൈര്യം. അപ്പം അവിടെ ഞാൻ നോ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കൂപ്പിന്ന് ഉരുളൻ തടികൾ ലേലത്തിൽ പിടിക്കും പോലെ അനന്തരം ചുളുവിൽ ഒതുക്കാന്ന് വിചാരിച്ചല്ലേ? മൂപ്പർക്ക് വിവരമില്ലാത്തോണ്ടല്ലേ, ക്ഷമിച്ചാളാ. ഇതിപ്പോ നമ്മൾ അൺകട്ട് വേർഷൻ ഇറക്കിയാലും പ്രയോജനപ്പെടത്തില്ല. സംസാരിക്കുമ്പോൾ മൈക്ക് കട്ട അങ്ങനെയുണ്ടോ? ഓളിയം താന്നിരിക്കുകയാണ്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഞാൻ പറയുന്നതിന്റെ ഓഡിയോ ലെവൽ താന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഹാഷ്മി ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിരുന്ന് പറയുന്നതൊക്കെ ജനങ്ങൾക്ക് കേൾക്കുന്നത് വളരെ കുറവാണ്. 2020 സ്ഥാനാർത്ഥിയായിട്ട് തൃക്കാക്കരയിൽ നിന്ന് ജയിച്ച് MLA ആയിരുന്നെങ്കിൽ 20യുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴും നിലനിർത്തുന്നതായിരുന്നു. കൂടാതെ നമുക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയവരെ കുറിച്ച് അത്ര നല്ല പേരല്ല ഉള്ളത്. രണ്ടും നെഗറ്റീവായിരുന്നേ. നിങ്ങൾക്ക് ഇപ്പോഴും ഈ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ചെയ്യാം. റിപ്പോർട്ടർ ചാനലിൽ നിന്ന് മാറ്റി രോഹനെ ഏഷ്യാനെറ്റ് കൊണ്ടുവന്നാൽ പിന്നെ പ്രശ്നമുണ്ടോ? ഒരു ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ അപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു MLA കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അഖിൽമാരാർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? വലിയ കോടീശ്വരനാണെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളാ. പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെയുണ്ട്. അല്ലെങ്കിൽ എന്നെ പിടിച്ച് BJP പാളയം വിട്ടു വന്ന എന്നെ പിടിച്ച് BJP ആക്കേണ്ട കാര്യം എന്താ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. അല്ല, അതിന് മുമ്പ് വരെ ഇലക്ഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ BMW ബൈക്ക് ഇതിന് 5 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നു എന്ന് പറയുമ്പോൾ ഇതിനെ എതിർത്ത് സംസാരിക്കാൻ ഞാൻ എന്തുകൊണ്ടാണ്? അപ്പോൾ 100 രൂപയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത് കഷ്ടമായി. യഥാർത്ഥ കലാകാരൻ എന്നും പട്ടിണിക്കാരനാണ്. എന്നെ ഇന്ന് നിങ്ങൾ അംഗീകരിക്കില്ല, നാളെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ അനുശോചന സമ്മേളനം, പ്രതിമ ഉണ്ടാക്കൽ. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടായിരുന്നു പറ്റത്? അതായത് അല്ല, ചോദ്യം ഇത്രേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടായിരുന്നു ബൈക്ക് വിറ്റത്? ഞാൻ പറഞ്ഞല്ലേ, BMW ബൈക്ക് വിറ്റത് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി തന്നെയാണ്, ചെലവിന് വേണ്ടി തന്നെയാണോ? എനിക്ക് ഞാൻ രോഹന് കാണിച്ചു തരാം. ഈ എമൗണ്ട് വിനിയോഗിക്കേണ്ടത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് തെരഞ്ഞെടുപ്പിലെ ഓരോ വരവ് ചെലവ് കണക്കുകളും. എന്താ ശരിക്കും വരവ് ചെലവ്? അതായത് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഞാൻ പോസ്റ്റർ അടിക്കുന്നത് അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് നടത്തുന്നു, പ്രചരണം നടത്തുന്നു, അതിന്റെ വാഹന ഗതാഗത ചെലവ്, ഭക്ഷണ ചെലവ്, വണ്ടി വരുന്നത്, ഇതൊക്കെ ശരിക്കും ഇതിൽ പെടുന്നതല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് കാശ് ഇന്ന് പോകും, നാളെ നമ്മൾ തൂത്തുവാരും. ഇതൊരു മുതൽ മുടക്കാണ് ബൈ ഇൻവെസ്റ്റ്മെന്റ്. ശരിക്കും ആവശ്യപ്പെട്ടിരുന്നില്ലേ എത്ര എമൗണ്ട് വേണ്ടി വരും അല്ലെങ്കിൽ ചെയ്യേണ്ടി വരും? ആവശ്യപ്പെട്ടിരുന്നു. ഇതൊക്കെ ഇത് നമ്മൾ ആ വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നെ വലിയ വിഷമം തോന്നിപ്പോകും. ഞാൻ നിനക്കൊരു ഉപദേശം തരട്ടെ. എനിക്കൊരുത്തനെയും ഒന്നും ഒളിക്കുകയും വേണ്ട, മറക്കുകയും വേണ്ട, എനിക്ക് പേടിക്കുകയും വേണ്ട. കാരണം എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞ ചിന്തിക്കുന്നുണ്ടാവും. ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനം ഒരാളല്ലോ. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ബിഗ് ബോസിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കമ്മിയാണ്, നീയോ? ഞാൻ കുമ്മി. നീയോ? ഞാൻ സംഘി. പിന്നെ എങ്ങനെ നിനക്ക് എന്നെ യോജിക്കാൻ പറ്റും? Thick forest, wild animals, hippopotamus and blood-sucking atas. എടാ, ഈ പറഞ്ഞവയൊന്നും നിന്റെ അത്രയും വിഷമുള്ളതല്ല. ഇപ്പം നിനക്കെന്നെ ഇഷ്ടമാണ്, എൻ്റെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കുഴപ്പമല്ല. നിനക്ക് രാഷ്ട്രീയം ഉണ്ടായത് കൊണ്ടാണ് നിനക്ക് എന്നോട് യോജിക്കാൻ പറ്റാത്തത്. പിണറായി വിജയനെ യോജിക്കുന്ന ആളാണോ? പിണറായി വിജയന്റെ പൊളിറ്റിക്സിനോടല്ലേ യോജിപ്പില്ലാത്ത? അയ്യോ, ഞാൻ പറയുന്നല്ല, സാറിന്റെ ശത്രുക്കൾ പറയുന്നതാ. അതേപോലെ അഖിൽമാരാറിനെ ബേബി കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ അഖിൽമാരാറിന്റെ രാഷ്ട്രീയം കൊണ്ട് ഇഷ്ടപ്പെടാതിരിക്കും ചെയ്യാം അല്ലെ? അവന്റെ ഒരു അഹങ്കാരം. ചിലരങ്ങനെയാ, നമ്മളെ പോലല്ല. തന്തയ്ക്ക് പറഞ്ഞവന്മാരാ. എന്നെ വിമർശിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തവനാ ഞാൻ. അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? നീ നന്ദിയില്ലാത്ത പട്ടിയാണെന്ന്.